പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് വഴി ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കുവാനും ട്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ഡെയിലി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിം കളിച്ചുണ്ടാക്കുന്ന ക്യാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്രിപ്റ്റോ ആയിട്ടും ബാങ്ക് വിഡ്രോവൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ അത് മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് മെമ്പേഴ്സ് ഇതിനകത്ത് ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്തുകൊണ്ട് അവർ ഹാപ്പിയാണ്. അപ്പൊ അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയുള്ള ഫ്രീ സിഗ്നൽസും കാര്യങ്ങളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് പ്രകാരം നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സ് ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ പേര് വരുന്നത് മുട്രെക്സ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ത്രൂ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് സൈനപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ആണ് വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഒരു എക്സ്ചേഞ്ചിൽ ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ KYC കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ബേസിക് ഡീറ്റെയിൽസിൽ നമ്മളുടെ നെയിം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ് ചെയ്ത് മാറ്റാം. മെയിൽ അഡ്രസ്സും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ ഇവിടെ ഐഡന്റിറ്റി ഇൻഫർമേഷനിൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡ് കൊടുക്കുക, പിന്നെ പാൻ കാർഡ് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഒക്കുപേഷൻ എന്താണ് അതും കൂടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. നിങ്ങൾ സാധാരണ എക്സ്ചേഞ്ചുകളിലൊക്കെ നിങ്ങൾ KYC കംപ്ലീറ്റ് ആക്കൂലേ, അതേപോലെ നിങ്ങൾ കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് KYC എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഹോം പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫറൽ കോഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അപ്ലൈ പ്രോമോ അതുപോലെ തന്നെ റഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഒരു റഫറൽ കോഡ് കാണാൻ സാധിക്കും. അപ്പൊ അത് നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ സാധിക്കും, ഗൂഗിൾ പേ വഴി, ഞാൻ ഈ വീഡിയോ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ട് ഇവിടെ സൈഡിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 500 ആണ് മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതായത് 500 തൊട്ട് നമുക്ക് അങ്ങോട്ട് ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം നമുക്ക് ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതില് നമ്മൾ 500 വെച്ചിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് USDT ആയിട്ടാണ് നമുക്ക് വരിക. ഇവിടെ ഏകദേശം 5.69 USDT, ഒരു USDTക്ക് 87.9 റേറ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ കണ്ടിന്യൂ ടു പേ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും, പേയ്മെന്റ് പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ പേ അതുപോലെ തന്നെ അതർ UPI ആപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഫോൺ പേ ആണെന്നുണ്ടെങ്കിൽ ആ ഫോൺ പേന്റെ UPI ID നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്തോട് നമുക്ക് റിക്വസ്റ്റ് വരും 500ന്റെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പേയ്മെന്റ് പേ ചെയ്താൽ മതി. പേ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു എക്സ്ചേഞ്ചിന്റെ വാലറ്റിലോട്ട് റിസീവ് ആവുന്നതായിരിക്കും. അപ്പൊ ആ ഒരു എക്സ്ചേഞ്ചിൽ വന്ന എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ബിറ്റ് കോയിൻ ആണെങ്കിൽ ബിറ്റ് കോയിൻ, ഇപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബൈനാൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യണം, എങ്ങനെ നമ്മളെ ക്യാഷ് കൊടുത്തിട്ട് കോയിൻസ് വാങ്ങണം, അങ്ങനെയൊക്കെ കുറെ കൺഫ്യൂഷൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതുണ്ടോ ഗെയിനേഴ്സ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലോസേഴ്സ് ആയിട്ടുള്ളതും കോയിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോയിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻ മാർക്കറ്റിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഗെയിനേഴ്സ് ആയിട്ടുള്ള കോയിൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാനായിട്ട് സാധിക്കും. അതായത് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൂടുവോ അതെല്ലാം കുറയുവോ അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കും. അപ്പം അതില് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഓരോ കോയിൻസിലൊക്കെ ആയിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താട്ടോ ഞാൻ പറയുന്നത്, കോയിൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BTCയിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാനിവിടെ വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോയിൻ, ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഈ കോയിൻ ബൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടൈം അതിൽ റിക്വയറിങ് അതിൽ ബൈ ദ ഡിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അതിൽ വൺ ടൈം എന്നുള്ള ഇതിൽ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 100 rupees ആണ് മിനിമം പർച്ചേസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 100 rupees കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 48 സംതിങ് വൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ആ ഒരു 100 രൂപയ്ക്ക് ബൈ ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോയിൻ ബൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഹോം പേജിലോട്ട് വരുമ്പോൾ തന്നെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അവിടെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ബീറ്റാ വേർഷനിൽ ഇപ്പോൾ ഫ്യൂച്ചേഴ്സും കൂടെ വന്നിട്ടുണ്ട്. ബൈനാൻസിലൊക്കെ ഉള്ള ഫ്യൂച്ചർ ട്രേഡിംഗ് ഉണ്ടല്ലോ, അതായത് നമുക്ക് അപ്ലോഡ് പോയി കഴിഞ്ഞാലും ഡൗൺലോഡ് പോയി കഴിഞ്ഞാലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ BTC, എതേറിയം, BNB പോലുള്ള കോയിനുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ BIT15 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. റഫൽ കോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 100 രൂപ ഒരു ബോണസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ BIT15 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചൂസ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ചൂസ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ നമുക്ക് ഇപ്പൊ BTC ഒരു $62,399 നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2.54x പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ BTC സ്റ്റേറ്റ്സ് BTV 62,153, 62,402 ഇതിന്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.96x പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ BTC ഡിക്രീസ് ടു 62,119 എന്നൊരു കാറ്റഗറിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2.78x എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റിലോട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച്. അപ്പോൾ മാർക്കറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു 3 പ്ലാനിലൂടെ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ എത്രത്തോളം പെർസെന്റേജ് ആണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ 3 പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ ഒരു BTCയിൽ നിന്ന് നിങ്ങൾക്ക് അതായത് BIT15 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 62,528 എന്നുള്ള രീതിയിൽ, അതായത് 62,406 എന്നുള്ള രീതിയിൽ ഇപ്പൊ കറന്റ് പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ നിങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല വേറെ അതർ എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇതുണ്ടോ ഡിപ്പോസിറ്റ് കോയിൻസ് എന്ന് വന്നിട്ടുണ്ട്. അതർ എക്സ്ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾക്ക് USDT കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അടിപൊളി ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്, നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈനിങ് ഔട്ട്.